അത് തന്നെ TV അതാരും മറക്കൂല്ലല്ലോ. പണ്ടൊക്കെയുള്ള സമയത്ത് അങ്ങനെയായിരുന്നു. ഇങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസം ധാരാളം ആളുകൾ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടും. ദൂരദർശൻ കേന്ദ്രം അല്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 മണിക്ക് സിനിമ തുടങ്ങുമെങ്കിൽ 3 മണിയാകുമ്പോൾ തന്നെ പിള്ളേരൊക്കെ ഏകദേശം ആ ടേബിളിന്റെ അടിയിലും അവിടെ വരാന്തയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓണാക്കുമ്പോൾ കൂന്നൊരു ഊതല, എന്താ സ്റ്റേഷൻ തുറന്നില്ല, മക്കൾ പറയുന്നത് എങ്ങനെയാ സ്റ്റേഷൻ തുറന്നില്ല. 4 മണിയാവുമ്പോൾ അതാ വന്ന് പ്രത്യക്ഷപ്പെട്ട് ലൈലത്തുൽ ഖദർ ഇറങ്ങുന്നു എന്ന് പറയാൻ വന്നങ്ങ് ഇറങ്ങി പരിപാടി അങ്ങോടുന്ന. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞു കേബിളൊക്കെ വന്നപ്പോ നമ്മുടെ ഉമ്മാമയും നമ്മുടെ സഹോദരിമാരും അതിന്റെ മുന്നിലേക്ക് സ്ഥാനം പിടിച്ചു. അല്പാൽപമായി അവർ ചൊല്ലിയ ദിക്റും സലാത്തും തഹ്ലീലും ഖുർആനും എല്ലാം മാറിമറിയുന്നു. പിന്നെ സമയം ഒന്നിനും കിട്ടുന്നില്ല. ഒരല്പസമയം ഒഴിവ് കിട്ടുകയാണെങ്കിൽ അവരിലാ ഹദറത്ത് ടെലിവിഷൻ, അതാ ടെലിവിഷന്റെ ഹദറത്തിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് പോവുകയാ. തസ്ബീഹ് മാലയ്ക്ക് പകരം റിമോട്ട് കൺട്രോൾ പിടിക്കുകയായിരുന്നു. 150 ചാനലാ, മാറി മാറി കാണാം, ബോറടിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, കുറെ സമയം കൂടി കഴിഞ്ഞപ്പോ വെള്ളിയാഴ്ച രാവുകളിൽ ടെലിവിഷൻ വർക്ക് ചെയ്യിപ്പിക്കൂല. ഒരു പേടിയായിരുന്നു. വെള്ളിയാഴ്ച രാവല്ല, ഇന്നെന്തായിരുന്നാലും വേണ്ട. മാത്രമല്ല ബാങ്ക് വിളി കേട്ടാൽ അത് ഓഫാക്കുമായിരുന്നു. കുറച്ചുകൂടി കാലം മുന്നോട്ട് വന്നപ്പോൾ അതാ ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ മക്കളെ സൗണ്ട് ഫുള്ളായിട്ടൊന്ന് മ്യൂട്ട് ചെയ്തുവേ, അടിച്ചൊന്ന് നിർത്തിവേ, സൗണ്ട് അങ്ങനെ ആ രൂപം അങ്ങനെ നിൽക്കട്ടെ, കണ്ടു മനസ്സിലാക്കാമല്ലോ. സൗണ്ട് കേട്ടില്ലെങ്കിലും രംഗങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇപ്പൊ വന്ന് എവിടെയെത്തിയെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ ഹയ്യാല സലാ ഹയ്യാലൽ ഫലാ. ആ ധ്വനി കേട്ടാലും ശബ്ദം പോലും കുറയ്ക്കാത്തൊരു ദുരവസ്ഥയിലേക്ക് ഉമ്മത്തി എത്തിപ്പെടുമ്പോൾ എവിടെയാ പുതുനൂറ്റാണ്ടിന്റെ പുത്തൻ സമുദായത്തിന്റെ പോക്കെങ്ങോട്ടാ? പൊന്നുപെങ്ങളെ, കാലമെത്രയായി, എന്തെല്ലാം സീരിയലുകൾ നീ കണ്ടു തീർത്തു, എന്തെല്ലാം റിയാലിറ്റി ഷോയ്ക്ക് മുന്നിൽ നീ എഴുതിക്കാതിരുന്നു, എന്തെല്ലാം പ്രോഗ്രാമുകൾ നീ ആവേശത്തോടെ കണ്ടു തീർത്തു. ഒരു നിമിഷത്തെ പരിപാടി നിന്റെ ആത്മീയ ലോകത്തിലേക്ക് ഉപകാരപ്പെടുത്തിയോ? പോരാ, മുമ്പൊക്കെ പരിശുദ്ധമായ റജബ് വന്ന റജബ് മാസമാകുമ്പോഴേക്ക് ടിവിയുള്ളവരെ കണ്ണ് മൂടിവെക്കുകയാ. റമദാനിന്റെ പടിവാതിക്കലെത്തിയല്ലോ, പൊന്നുമോളെ മൂടിവെച്ചോ. 3 മാസത്തേക്ക് കേബിളിന്റെ ലൈനതാ കട്ട് ചെയ്തോ. നമുക്കതാ കേബിള് വേണ്ട, 3 മാസം കഴിയട്ടെ, 3 മാസത്തിന്റെ പൈസയും ലാഭമാണ്. നമുക്ക് ആ പരിപാടി 3 മാസം വേണ്ട എന്ന് പറയുമ്പോൾ അവിടെയും ഈ സമുദായത്തെ വെറുതെ വിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യരാവ് ഇങ്ങനൊക്കെ തുടങ്ങിയിട്ട് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ വെക്കാൻ തുടങ്ങി. അതും മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്കുള്ള സമയം, അതും നോമ്പ് തുറക്കാറാകുമ്പോഴുള്ള സമയം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്നതാ പരിശുദ്ധമായ റമദാനിന്റെ പുണ്യമായ രാവിൽ പോലും ഈ പെട്ടി ഓഫാകുന്നില്ലെങ്കിലോ, ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഒന്നിന് പോവാന്നെ പെട്ടെന്ന് പോയിട്ട് വരണം. നീ പോയിട്ട് വന്നിട്ട് അവനും വരും. കുട്ടിന് വരണം, നീ പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നും തോന്നരുത്. ആപ്പാടൊരിച്ചിരി സമയമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്നാൽ പിന്നെ ഞാൻ എത്ര യാത്ര ചെയ്താ വരുന്നതെന്ന് അറിയുമോ? രാവിലെ കയറിയതാ ട്രെയിനിൽ. നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോയാലോ? ആരും പോകൂല. ചൂടുപിടിന്ന് പോയതല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാണ്, സമുദായമാണെന്നുള്ള കാര്യം മറന്ന് പ്രവർത്തിച്ചാൽ പൊന്നു പെങ്ങളെ, കളഞ്ഞുപോയ ഹോമിച്ചു തീർത്ത നിന്റെ സമയങ്ങളുണ്ടല്ലോ, നിന്റെ വഖ്തുകളുണ്ടല്ലോ, റബ്ബ് നാളെ ചോദിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളാകുന്ന ഇത്താത്തമാര്, ഉമ്മമാര് ജീവിതത്തിൽ അവരൊരുപാട് സമ്പാദിച്ചിരുന്നു കേട്ടോ. അവരും മജ്ജയും മാംസവും വികാരവും വിചാരവുമുള്ള സൗന്ദര്യമുള്ള
ആചാര സവിദ്ധതയുള്ള നല്ല പൊന്നോമന മക്കളായി ജീവിച്ചവരാ, ഉമ്മമാരായി ജീവിച്ചവരാ, സഹോദരിമാരായി ജീവിച്ചവരാ. അവർ ഈ ലോകത്തുള്ള ജീവിതം കൊണ്ടോ, ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം കൊണ്ടോ അവർ സ്വർഗം സമ്പാദിച്ചെങ്കിലോ എങ്ങനെയാ അവരുടെ ചിട്ടകളോ? മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓർത്തു നോക്കണം, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ മുറ്റത്ത് നിന്ന്, നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഓടിക്കളിക്കുമ്പോൾ ആ മക്കളോട് പറയുന്നു, മക്കള് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് പൊന്നുമോന് പള്ളിയിലേക്ക് പോടാ മോനെ. പൊന്നുമോളെ അതാ കുളിപ്പിച്ചൊരുക്കി വുദൂ ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ തന്നോടൊപ്പം തന്റെ പ്രൈവറ്റ് റൂമിൽ പരിശുദ്ധമായ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് പോലെ പാടത്തും പറമ്പിലും അങ്ങാടിയിലൂടെ പുരുഷന്മാരോടൊത്ത് ചാഞ്ഞും ചരിഞ്ഞും നടന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ, വിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുന്നിൽ കടിച്ചു കയറാൻ ഉപകാരമാകുന്നവരൊക്കെ ഈ ദീനിന്റെ പെൺകുടികളെ രംഗത്തിറക്കുന്നൊരു സമ്പ്രദായമുണ്ടല്ലോ. റബ്ബ് നമ്മെ കാക്കുമാറാകട്ടെ. അത് ഖിയാമത്തിന്റെ നാളാ. ഹദീസിന്റെ പരാമർശങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? ഖുർആനിന്റെ പരാമർശമെന്താ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. നിങ്ങൾ അങ്ങാടിയിലൂടെ തെണ്ടവരല്ല, നിങ്ങൾ അതാൾപ്പാർപ്പിന്റെ ഇടയിലൂടെ ഓടിച്ച് തിമർക്കണ്ടവരല്ല. നിങ്ങൾ വീടുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കുകയോ, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള റൂമുണ്ടല്ലോ, ബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ പ്രതിഫലത്തിന്റെ ഗേഹം പൊന്നുമോളെ ഒരു കെട്ടിടവുമല്ല, നിന്റെ വീടിന്റെ അകത്തളമാ, അതിന്റെ പ്രൈവറ്റ് റൂമാ, ഒരു മനുഷ്യന്റെ മണം കടക്കാത്ത റൂമാ. നിന്റെ റബ്ബുമായി നിനക്ക് സംവേദനം നടത്താൻ സർവേശ്വരനായ തമ്പുരാൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ഉമ്മമാർ, പൊന്നു പെങ്ങന്മാർ അതാ പൊന്നുമോളുമായി അകത്തേക്ക് പോവുകയാ, തന്റെ പ്രൈവറ്റ് റൂമിൽ കടക്കുകയാ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൊട്ടുമ്പോൾ കുഞ്ഞളം കയ്യും ഉയർത്തി പൊന്നുമോള് നിസ്കരിക്കുകയാ. കൊച്ചു നിസ്കാര കുപ്പായവും മണിഞ്ഞ് എന്തോ ഒരു സന്തോഷമുള്ള ഭവനമാ. ഓർത്തു നോക്കുന്നുണ്ട് പൊന്നു പെങ്ങളെ, നമുക്ക് മറന്നു പോകാൻ പറ്റുമോ? കാലമെത്ര പുരോഗമിച്ചാലും, കാലമെത്ര മുന്നോട്ട് വന്നാലും, എന്തെല്ലാം പുത്തൻ പരിഷ്കാരങ്ങള്, പച്ചപ്പരിഷ്കാരങ്ങള് പടിഞ്ഞാറല്ല നീ നെഞ്ചോടടുപ്പിച്ചാലും നമ്മുടെ പഴയതെന്ന് ഏറ്റവും വലിയ പുതുമയുണ്ടല്ലോ. നമുക്കൊരു നാൽക്കവലയിലും വെച്ച് പിടുത്തം വിടാൻ പറ്റാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ അധ്യാപനങ്ങള്, അതുല്യമായ അമൂല്യമായ അമേയമായ ആ അധ്യാപനങ്ങള്, അതനുസരിച്ച് ജീവിച്ചോ പെങ്ങള്. നിനക്ക് സ്വർഗം വേണ്ടേ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഖിയാമത്ത് നാൾ വരെ നമുക്ക് ഖബറിൽ സന്തോഷത്തിന്റെ ഭവനമായി അതിനെ പരിണമിപ്പിക്കണ്ട്. ആ പെങ്ങൾ എന്ത് ചെയ്യുന്നു? നിസ്കാരം കഴിഞ്ഞാൽ കയ്യെത്തും ദൂരത്ത് വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എടുക്കുകയാ. ആ ഖുർആൻ എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. വിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു. പോരാ, ആ സൂറത്ത് യാസീൻ പാരായണം ചെയ്തിട്ടോ ആ നിസ്കാരത്തിന്റെ മുസല്ലയിലിരുന്ന് നിസ്കാരക്കുപ്പായം നനയുന്ന നിരക്ക് കണ്ണുനീര് വാർത്തുകൊണ്ട് ആ പൊന്നു പെങ്ങളെ പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് കരഞ്ഞങ്ങ് തെടുകയാ. റബ്ബേ, എന്റെ പാപം പൊറുക്കണമല്ലാ, എന്റെ മാതാപിതാക്കളുടെ പാപം പൊറുക്കണം, എന്റെ ഭർത്താവിന്റെ പാപം പൊറുക്കണം, എന്റെ കുഞ്ഞുമക്കളെ കൺകുളിർമയുള്ള സാലിഹായ സന്താനങ്ങളാക്കി മാറ്റണം. രണ്ട് ലോകത്ത്
വീട്ടിലും വിജയം നൽകണം തുടങ്ങിയ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ എന്റെ വീട്ടിൽ ബറക്കത്ത് നൽകണം, കുടുംബത്തിൽ ഐക്യം നൽകണം, സന്തോഷം നിലനിർത്തണം, സാമ്പത്തികവും സാമ്പത്തികവും മുഴുവൻ മേഖലകളിലും സന്തോഷം നൽകണം എന്നാത്മാർത്ഥമായി ദുആരക്കുന്ന പൊന്നു പെങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാണെന്ന് നേരമുള്ളത്, ആർക്കാണതിന് സമയമുള്ളത്? പോരാ, അവിടെയും നിർത്തുന്നില്ല. അത് കഴിഞ്ഞതാ കയ്യെത്തുന്ന ദൂരത്തതാ മൗലിദിന്റെ ഏട് വെച്ചിട്ടുണ്ടോ? അതെടുത്തുകൊണ്ട് ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ റബ്ബുൽ ഇസ്സത്ത് അയച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ആ വീട്ടിൽ അല്ലലുണ്ടോ, അലട്ടലുണ്ടോ, പ്രശ്നമുണ്ടോ, പ്രതിസന്ധിയുണ്ടോ, കത്തിവാളൂങ്ങലുണ്ടോ, കുടുംബകലഹമുണ്ടോ, അവിടെ മാറാവ്യാധിയുണ്ടോ, രോഗമുണ്ടോ? സന്തോഷമല്ലേ? ഒരൽപ്പം വിശപ്പ് സഹിച്ചാൽ തന്നെയും ഉണ്ണാനും ഉടുക്കാനും കുറവായിരുന്നാൽ തന്നെയും ജീവിതത്തിൽ എന്ത് സന്തോഷമായ എന്ത് റാഹത്താ! കുടിക്കുന്നത് കഞ്ഞിവെള്ളമാണെങ്കിലും വലിയ ബറക്കത്താ. മനസ്സ് നിറച്ചതാ സന്തോഷകരമായി മുന്നോട്ട് ജീവിക്കുമ്പോൾ, കുടുംബം നല്ല ഭദ്രമായി മുന്നോട്ട് ചൈതലിക്കുമ്പോൾ, ഇന്നേത് കുടുംബത്തിലാ സന്തോഷമുള്ളത്? സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഇന്നേത് കുടുംബത്തിലാ പരസ്പര സ്നേഹമുള്ളത്, ധാരണയുള്ളത്, പരസ്പര ഐക്യമുള്ള കുടുംബമേതാ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? പറയാൻ ഒരുപാടുണ്ട്. അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറയേണ്ട വിഷയങ്ങളാ. ഞാൻ കൂടുതലായി അതിന്റെ ആഴിയെ